അധികം ആർക്കും ഇഷ്ടമല്ലാത്തൊരു തോരനാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്, കൊത്തമരപ്പയർ തോരൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇടുന്നുണ്ട്. സവാള നല്ലതുപോലെ വാടി വരണം. വാടി വന്നതിന് ശേഷം ഇതിലേക്ക് വറ്റൽമുളക് ചേർക്കാവുന്നതാണ്. വറ്റൽമുളകും ഒന്ന് വാടിയതിന് ശേഷമാണ് കറിവേപ്പില ഇടുന്നത്. അപ്പോൾ ഈ ഒരു തോരൻ എന്ന് പറയുന്നത് സാധാരണ ആരും കഴിക്കാറില്ല, കാരണം ഒരു കയർപ്പുണ്ടെന്ന് കരുതിയിട്ട് ആരും കഴിക്കില്ല. കറിവേപ്പില കൂടി വാടി വരുമ്പോഴത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊത്തമരപ്പയറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 15-20 മിനിറ്റ് നമ്മൾ മൂടി വെച്ചാണ് വേവിക്കേണ്ടത്. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം അടിയിൽ പിടിച്ചിട്ടുണ്ടോ കരിഞ്ഞിട്ടുണ്ടോ എന്ന്, കാരണം വെള്ളമൊന്നും ചേർക്കുന്നില്ല. വെള്ളം ചേർത്താലുള്ള പ്രശ്നം വെള്ളം വറ്റി വരുമ്പോഴത്തേക്ക് ഇത് കയർക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വെള്ളം ചേർക്കാതെ ആവിയിൽ തന്നെ വഴറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ഇതിൻ്റെ അരപ്പാണ് ചേർക്കേണ്ടത്. കൊച്ചുള്ളി 2 എണ്ണം, ചെറിയ ഉള്ളി, ചുവപ്പ്, പിന്നെ ഇത് ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി, തേങ്ങ, ചെറിയ കുരുമുളക് പൊടി. അരപ്പ് ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടെ അടച്ച് വെച്ച് വേവിക്കണം. മസാലയുടെ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മുളക് പൊടി കുറച്ച് കുറവായതിനാൽ അമ്മ കുറച്ചുകൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ തോരൻ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. കയർപ്പാണെന്ന് കരുതിയിട്ട് ആരും ഉണ്ടാക്കാതിരിക്കരുത്. വളരെ ഹെൽത്തി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കണം. അതിൻ്റെ കൂടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ.